പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലെ ചിന്തകളാണ് പാട്ടുകളായി മാറുന്നതും പ്രാർത്ഥനകളായി ഉയരുന്നതും. ഇതുപോലെ സുന്ദരങ്ങളായ നിരവധി ഗാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ നമുക്ക് കേൾക്കാനും കാണാനുമിടയായി. ഈ ഒരു ഓൺലൈൻ മ്യൂസിക് മത്സരത്തിൻ്റെ ജൂറി അംഗങ്ങളായ ശ്രീ ജെറി അമൽദേവ് സർ, ആൻ്റണി ഉരുളിയാനിക്കൽ അച്ഛൻ, സിജോയ് വർഗീസ്, കൂടെ ഞാനും ചേർന്ന് ഞങ്ങളുടെ ഈ ജൂറിക്ക് മുമ്പിൽ വന്ന നിരവധി എൻട്രികളിൽ നിന്ന് ഈ ഒരു ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞ പ്രാർത്ഥനകളായ ഈ ഒരു സംഗീത പരിപാടി നിങ്ങളേവരും കാണാനും കേൾക്കാനും ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യ ഗാനം നമുക്ക് കേൾക്കാം. സെയിൻറ്റ് ജോസഫ്സ് പ്രോവിൻസ് ചങ്ങനാശ്ശേരി അവതരിപ്പിക്കുന്ന ഈ ഗീതം കേൾക്കാം.
ഗാന രംഗത്ത് നിരവധി സംഗീതജ്ഞരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ മ്യൂസിഷ്യനാണ് റെവറൻഡ് ഫാദർ ആൻ്റണി ഉരുളിയാനിക്കൽ CMI. ദേവാലയ സംഗീതത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ആഴമേറിയ അറിവാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശക്തി. അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം, നമുക്കും അറിവ് നേടാം. നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏത് ചർച്ചയിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാനാലാപനമാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ സഭയുടെ ആരാധനക്രമത്തിൻ്റെ സൗന്ദര്യവും അന്തസ്സും ഭക്തിയും വിപുലമായ രീതിയിൽ ആശ്രയിച്ചിരിക്കുന്നത് തിരുക്രമങ്ങളെ അനുധാവനം ചെയ്യുന്ന സംഗീതത്തിലാണ്. നമ്മുടെ ബലിയർപ്പണം അഴകുള്ളതാകണം, ഭക്തിയും ഭംഗിയുമുള്ളതാകണം. കാരണം നമ്മുടെ ബലിയർപ്പണം നമ്മുടെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രവൃത്തിയാണ്. കാരണം ദൈവമാണ് സമഗ്രമായ സൗന്ദര്യവും നന്മയും. അതുകൊണ്ട് കൊയർ സിംഗിങ് ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിൻ്റെയോ അഭിരുചിക്കും താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് രൂപപ്പെടുത്തേണ്ട ഒരു ശുശ്രൂഷയല്ല. തിരുക്കർമ്മ സംഗീതത്തെക്കുറിച്ച് തിരുസഭയുടെ ഡിഗ്രികളും പരിശുദ്ധ മാർപ്പാപ്പാമാരുടെയും നമ്മുടെ രൂപതാധ്യക്ഷന്മാരുടെയും നിർദ്ദേശങ്ങളും പഠനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുക്കർമ്മ സംഗീതം സഭയുടെ ആരാധനക്രമത്തിലെ കാതലായ സർവപ്രധാനമായ ഭാഗമായി നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയിൽ സംഗീതത്തിൻ്റെ സ്ഥാനം വെറും ഒരു ഓർണമെൻറ്റേഷൻ അല്ല, ഒരു അലങ്കാരം, ഒരു ഭംഗി ചാർത്തലല്ല, മറിച്ച് കുർബാനയിലെ മൗലികമായ പ്രാർത്ഥനകൾ, ടെക്സ്റ്റ് പാടാനും പ്രാർത്ഥിക്കാനും സഹായിക്കുന്ന പ്രധാന ഘടകമാണ്. വിശുദ്ധ കുർബാന സമയത്ത് നാം പാടുന്നത് ഏതാനും പാട്ടുകളല്ല, അത് കുർബാന തന്നെയാണ്. വി സിങ് മാസ്. കുർബാനയിലെ പാട്ടുകൾ ഒരു സ്പേസ് ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതല്ല. സമയം കിട്ടുമ്പോൾ ചില പാട്ടുകൾ പാടി സമയം ക്രമീകരിക്കാനുള്ളതല്ല. ദേവാലയത്തിലെ നമ്മുടെ ഗാനാലാപനം ഒരു സ്വർഗീയ അനുഭവമായിട്ട് മാറണം. വി ജോയിൻ ദി ഏഞ്ചൽസ്. മാലാഹമാരോട് ചേർന്ന് പാടണം. അതുകൊണ്ട് ദേവാലയ ഗായക സംഘങ്ങളുടെ വിളി എത്രയോ ശ്രേഷ്ഠമായൊരു വിളിയാണെന്ന് ഒരിക്കലും മറക്കരുത്. ടാഗോറിൻ്റെ മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, There are numerous strings in your lute, let me add my own among them. കർത്താവേ, നിൻ്റെ വീണയിൽ എത്രയോ കമ്പികളാണ്. ആ വീണയിൽ ആ ലൂട്ടിൽ എൻ്റെ കമ്പി കൂടി ഞാൻ ചേർത്ത് കെട്ടട്ടെ. ആ പാട്ടിൻ്റെ വാക്ക് ഇങ്ങനെയാണ്, Then when you smite your chords, my heart will break its silence, and my heart will be one with your song. അങ്ങനെ നിൻ്റെ കോഡ് നീ വായിക്കുമ്പോൾ, നിൻ്റെ വീണയിൽ നീ കോഡ് വായിക്കുമ്പോൾ, മനോഹരമായ ശബ്ദമുണരുമ്പോൾ എൻ്റെ സംഗീതവും ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കട്ടെ. എത്ര ആഴമായൊരു ചിന്തയാണ്. തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന ആ കിന്നരത്തിൽ നമ്മുടെ സംഗീതമെന്ന കഴിവ് കൂടി ചേർത്ത് വയ്ക്കാം. അപ്പോൾ എന്നും എപ്പോഴും എവിടെയും സ്വർഗീയ നാദമുയരും. സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ ലഭിച്ച മറ്റൊരു എൻട്രി നമുക്ക് കാണാം. അശോകപുരം കാമൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് കൊയർ അവതരിപ്പിക്കുന്ന ഈ ഗീതം നമുക്ക് കേൾക്കാം.
ശുശ്രൂഷകളിൽ പങ്കുചേർന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബഹുമാനപ്പെട്ട നരികുളം അച്ഛൻ്റെ വാക്കുകൾ എന്നും ഒരു ഊർജമാണ്. നമുക്ക് ദൈവശാസ്ത്ര പണ്ഡിതനായ ആന്റണി നരികുളം അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം, അറിവ് നേടാം. ഈശോയിൽ വാത്സല്യമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ സഭയുടെ ചില പ്രബോധനങ്ങളെപ്പറ്റി മാർപ്പാപ്പമാർ ദേവാലയ സംഗീതത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചില സൂചനകൾ നൽകിയുണ്ടായി. എൻ്റെ അവസാനത്തിൽ ഞാൻ പ്രധാനമായിട്ടും പരാമർശിച്ചത് രണ്ടാം വത്തിക്കാൻ സിനോദസിൽ ആരാധന ക്രമത്തെ പറ്റിയുള്ള പ്രമാണരേഖയുടെ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന തിരുക്കർമ്മ സംഗീതത്തിൻ്റെ ചില സവിശേഷതകളെ പറ്റിയാണ്. അതിനു മുമ്പ് 12-ാം പീസ് മാർപ്പാപ്പ ദേവാലയ സംഗീതത്തെപ്പറ്റി, അത് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒരു ചാക്രിക ലേഖനം ഇറക്കി. മാർപ്പാപ്പ ഒരു ധാരാളം പ്രബോധനങ്ങൾ ഇറക്കാറുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കത്തുകൾ എഴുതാറുണ്ട്, അപ്പസ്തോലിക പ്രബോധനങ്ങൾ എഴുതാറുണ്ട്, അപ്പസ്തോലിക ലേഖനങ്ങൾ എഴുതാറുണ്ട്, ചാക്രിക ലേഖനങ്ങൾ എഴുതാറുണ്ട്. എന്താണ് ഈ ചാക്രിക ലേഖനം എന്ന് പറയുക? മറ്റു ലേഖകളിൽ നിന്ന് എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ചാക്രിക ലേഖനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ എല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും സാധിക്കുന്നിടത്തോളം അനുവർത്തിക്കുകയും ചെയ്യേണ്ട, പ്രായോഗികമാക്കുകയും ചെയ്യേണ്ട തത്വങ്ങൾ മാർപ്പാപ്പമാർ പറയുന്ന ലേഖനത്തിൻ്റെ പേരാണ് ചാക്രിക ലേഖനം. ചാക്രിക ലേഖനം എന്ന് പറയുക, എൻസൈക്ലിക്കൽ എന്നത് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ 12-ാം പീസ് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം ഇറക്കി. എന്തിനെപ്പറ്റി? ദേവാലയ സംഗീതത്തെപ്പറ്റി. എന്ന് പറഞ്ഞാൽ 12-ാം പീസ് മാർപ്പാപ്പ എത്ര വലിയ പ്രാധാന്യമാണ് ദേവാലയ സംഗീതത്തിന് കൊടുത്തിരുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ കാര്യം സൂചിപ്പിച്ചത്. അവിടെ അദ്ദേഹം ഊന്നി പറയുന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഊന്നി പറയുക. അതായത് ദേവാലയ സംഗീതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് ആലപിക്കുന്ന മനുഷ്യരെ ദൈവത്തിലേക്ക് ഉയർത്തുക, നിത്യരക്ഷയിലേക്ക് ആനയിക്കുക. അപ്പോൾ എത്രയോ വിശുദ്ധമായ, അതുകൊണ്ടാണല്ലോ വിശുദ്ധ സംഗീതം, സീക്രട്ട് മ്യൂസിക് എന്നതിന് വിശേഷിപ്പിക്കുക. അത്രയും വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധമായി തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-ാം വത്തിക്കാൻ സിനോദസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു, മറ്റു ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ സൂചിപ്പിക്കുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസികൾ ഒരുമിച്ച് പാടണമെന്ന് തന്നെയല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ ശബ്ദം ഉയർന്നു നിൽക്കണം. നമ്മളിപ്പോൾ സാധാരണ ഈ യേശുദാസൊക്കെ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ സ്വരം വരുമ്പോഴേക്കും മ്യൂസിക് തന്നെ താഴേക്ക് പോകും, എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് താഴേക്ക് പോകും, പിന്നെ പാട്ട് പാടുന്നവൻ്റെ സ്വരം മാത്രമേ മുഴങ്ങി കേൾക്കൂ എന്ന് പറഞ്ഞതുപോലെ ദേവാലയത്തിൽ മ്യൂസിക് താഴേക്ക് പോവുകയും ജനങ്ങൾ ഒത്തൊരുമിച്ച് പാട്ട് പാടുകയും ചെയ്യുന്ന രീതി വരണം. ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു പിതാവ് ഒരു പള്ളിയിൽ ഈ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫായിപ്പോയി, കറണ്ട് പോയി, മൈക്ക് ഓഫായി. ഗായകർ തിമിർത്ത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മൈക്ക് ഓഫായി പോയത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ജനങ്ങളങ്ങ് ആർത്ത് പാടാൻ തുടങ്ങി. അപ്പോൾ പിതാവ് ഒരു കമൻറ്റ് പറഞ്ഞു, ഇതുപോലെ എന്നും കറണ്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്വരം അങ്ങ് വരുമ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ആഘോഷമായിട്ട് പങ്കെടുക്കാൻ കാരണമാകും. നിങ്ങൾ ആരെങ്കിലും മലങ്കര പള്ളികളിൽ കുർബാനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്ന പാട്ട് മാത്രം, ത്രിസായിയൻ എന്ന് പറയുന്ന ദൈവത്തെ 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന് വിളിക്കുന്ന ആ പാട്ട് മാത്രം കേട്ടാൽ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് മലങ്കര കത്തീഡ്രൽ പള്ളിയിൽ പുണ്യ സ്മരണാർഹനായ ഇവാനിയോസ് പിതാവ് ഈ പാട്ട് പാടുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾ അതുപോലെ ദൈവത്തിലേക്ക് ഉയർത്താനുള്ള കഴിവ് ആ ആലാപനത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആലാപനമാണ് സഭ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2-ാം വത്തിക്കാൻ സിനോദസിൻ്റെ പ്രമാണരേഖയിൽ അതുകൊണ്ട് പറഞ്ഞു, വൈദിക വിദ്യാർത്ഥികൾക്കും സന്യാസ പരിശീലന ഭവനങ്ങളിലുള്ള അർത്ഥികൾക്കും ജനങ്ങൾക്കും ദേവാലയ സംഗീതത്തെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അവരെ പരിശീലിപ്പിക്കാനുള്ള കടമ സഭയ്ക്കുണ്ട്. വൈദിക വിദ്യാർത്ഥികൾ, കാരണം ഒരു നാളെ അവരാണ് വൈദികരായിട്ട് ദേവാലയങ്ങളിലേക്ക് വരാനുള്ളവർ. സന്യാസാർത്ഥികൾ, കാരണം അവരൊക്കെയാണ് ഓരോ സ്ഥലത്തും ജനങ്ങളെ പഠിപ്പിക്കാനും സ്കൂളുകളൊക്കെ നടത്തി ഈ രംഗപ്രവേശനം ചെയ്യുന്നവർ. അതുപോലെ ജനങ്ങൾ ദേവാലയത്തിൽ ഇവരെ ഇത് പഠിപ്പിക്കുകയും അത് ആലപിക്കാനുള്ള പരിശീലനം കൊടുക്കുകയും അങ്ങനെ ദേവാലയ സംഗീതത്തിന് വേണ്ടി അവരൊരുക്കുകയും ചെയ്യാനുള്ള കടമ സഭയ്ക്കുണ്ട്. ആ രേഖയിലെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദേവാലയ സംഗീതം പാട്ടൊക്കെ രചിക്കുന്നവരെ പറ്റി, അത് ചിട്ടപ്പെടുത്തുന്നവരെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട്,
ദേവാലയത്തിൽ പാടാനുള്ള പാട്ടുകൾ രചിക്കുന്നവർ ക്രിസ്തീയ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. കാരണം അവരുടെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വേണം അവർ ഗാനങ്ങൾ രചിക്കാനായിട്ട്. അല്ല ആരെങ്കിലും രചിച്ച ഒരു പാട്ട് പാടുന്ന സ്ഥലമല്ല ദേവാലയം. അപ്പോൾ ക്രിസ്തീയ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. നേരത്തെ മാർപ്പാപ്പമാർ സൂചിപ്പിച്ചിട്ടുണ്ട്, ക്രൈസ്തവ വിശ്വാസമില്ലാതെ, ദൈവത്തിൽ വിശ്വാസമില്ലാതെ, സഭയോട് സ്നേഹമില്ലാതെ, ദൈവത്തോട് സ്നേഹമില്ലാതെ, ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ലാതെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആഗ്രഹമില്ലാതെ ദേവാലയത്തിൽ ആരും പാട്ട് പാടാൻ വരരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് ദേവാലയ സംഗീതം അതിൻ്റെ രചന നടത്തുന്നവർ ക്രിസ്തീയ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. രണ്ടാമത് പറഞ്ഞ കാര്യം, അവർ രചിക്കുന്ന പാട്ടുകളും അതിൻ്റെ ട്യൂണും വലിയ ഗായക സംഘങ്ങൾക്ക് മാത്രം പാടാവുന്ന ടൈപ്പ് ആകാൻ പാടില്ല. 3, അത് ചെറിയ ഗായക സംഘങ്ങൾക്ക് മാത്രം പാടുന്നവയാകാനും പാടില്ല. 4, ഇത് ആർക്കും പാടാൻ സാധിക്കുന്ന പാട്ടുകളായിരിക്കണം. ഇതാണ് ഈ ദേവാലയ സംഗീതത്തിൻ്റെ സവിശേഷത എന്ന് പറയുക. വളരെ ലളിതമായിട്ടുള്ള ട്യൂണായിരിക്കും, ആർക്കും പാടാവുന്ന വാക്കുകളായിരിക്കും, അതിൻ്റെ ട്യൂണും പാട്ടുകളും എല്ലാം ആർക്കും പാടാവുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അതാണ് ആ ദേവാലയ സംഗീതത്തിൻ്റെ ആ ലാളിത്യം എന്ന് പറയുക. അതുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിൽ തോന്നുന്നത് രചിച്ചാൽ പോരാ. ഇത് നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ആശയങ്ങൾ വരും, അത് അവതരിപ്പിക്കാനുള്ള സ്ഥലം ദേവാലയ സംഗീതമല്ല, അത് ഭക്തിഗാനങ്ങളുണ്ട്, അവിടെയൊക്കെ ആകാം. ദേവാലയ സംഗീതത്തിൻ്റെ പാട്ടുകളെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അല്ലെങ്കിൽ സഭയുടെ ആരാധനക്രമ പാരമ്പര്യങ്ങളിൽ നിന്നും ജന്മം കൊള്ളുന്നതായിരിക്കണം. വിശുദ്ധ നമുക്കറിയാം സങ്കീർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം തന്നെ ഏതാനും ചില സങ്കീർത്തനങ്ങൾ പാട്ടാക്കിയിട്ടുണ്ട്. എന്ത് രസമാണ്! ഇപ്പോൾ സാധാരണ സിറുമലബാർ കുർബാനയിൽ ആരംഭത്തിൽ പാടുന്ന സങ്കീർത്തനമുണ്ടല്ലോ, കർത്താവേ മമ രാജാവേ പാടും നിൻപുകൾ എന്നും ഞാൻ, അല്ലേ? അതൊക്കെ ഇന്നും പാടാവുന്ന പാട്ടുകളാണ്. അതുപോലെ ദേവാലയത്തിലെ നമ്മുടെ പ്രാർത്ഥനകളുടെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ പാട്ടുകൾ രചിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സഭയുടെ അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥവും ദേവാലയ പ്രാർത്ഥനകളും, അല്ലെങ്കിൽ കുർബാനയുടെയും കൂദാശകളുടെയും മറ്റും പ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾക്ക് മൂലമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ, പ്രബോധനങ്ങൾ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പ്രാദേശിക സംഗീതത്തെപ്പറ്റിയും വാദ്യോപകരണങ്ങളെപ്പറ്റിയും സംസാരിക്കാം. കാരണം ഏത് വാദ്യോപകരണവും ദേവാലയത്തിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല, ഏത് പ്രാദേശിക സംഗീതവും ഉപയോഗിക്കാനായിട്ട് സഭ അനുവദിക്കുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രാദേശിക സംഗീതവും ഏത് തരത്തിലുള്ള വാദ്യോപകരണങ്ങളുമാണ് നമുക്ക് ദേവാലയത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനെ പറ്റി അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മുടെ വിചിന്തനത്തിന് വിധേയമാക്കാം.